السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اذهب إلى فرعون إنه طغى قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 8ാമത് ക്ലാസ്സിലാണ് ഇന്ന് നമ്മളുള്ളത്. 24-ാമത്തെ ആയത്ത് മുതൽക്കാണ് നമുക്കിന്ന് പരിശോധിക്കുവാനുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അതിനനുസരിച്ച് ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 24-ാമത്തെ ആയത്ത്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. മൂസ, താങ്കൾ ഇനി ചെയ്യേണ്ട കാര്യം ഫിർഔനിന്റെ അടുത്തേക്ക് പോകുക എന്നതാണ്. ഇദ്ഹബ്, താങ്കൾ പോകുക, ഇലാ ഫിർഔന, ഫിർഔന്റെ അടുത്തേക്ക്. ഇന്നഹു, തീർച്ചയായും അവൻ, കാരണം അവൻ, തഗാ, അതിക്രമകാരിയായിരിക്കുന്നു. വാക്കുകളുടെ അർത്ഥം നമുക്കറിയാം, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. മൂസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു വഹയ്യ് നൽകി, അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. ഇനി അദ്ദേഹം ചെയ്യേണ്ട ജോലിയെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. അതിലാദ്യം തന്നെ അദ്ദേഹം ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തിന്റെ സ്വന്തക്കാരിലേക്ക്, ബന്ധക്കാരിലേക്ക്, അടുത്ത ആളുകളുടെ അടുക്കിലേക്ക് പോകാനല്ല ഇവിടെ ആവശ്യപ്പെടുന്നത്. മറിച്ച് ആ നാട്ടിൽ ഒരു ഭരണാധികാരിയുണ്ട്, അദ്ദേഹത്തിന് പരിചിതമാണ്. ഒരർത്ഥത്തിൽ അദ്ദേഹം വളർന്നത് അദ്ദേഹത്തിന്റെ കുടുംബമായി, അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പുകളായി ഒരുപക്ഷെ മൂസാ നബി അലൈഹിസ്സലാം കണ്ടിട്ടുണ്ടാവുക ഫറോവയുടെ കൊട്ടാരത്തിലുള്ള ആളുകളെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് ഇവിടെ അള്ളാഹു നൽകുന്നത്. ഇതുവരെയുള്ള നമ്മുടെ പാഠഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഫിറൗന്റെ അടുക്കലേക്ക് അയച്ചതിന്റെ കാരണങ്ങൾ എന്താണ്, അദ്ദേഹത്തിന് അതിന് ഉപോത്ബലകമായി നൽകിയ അത്ഭുതങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് അത്തരണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന് നൽകിയ ഈ അത്ഭുത സിദ്ധികൾ, അല്ലെങ്കിൽ ഈ മുഅ്ജിസത്തുകൾ, അമാനുഷികമായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമക്ക് ആ തരത്തിൽ നൽകപ്പെട്ടത് എന്ന് പരിശോധിക്കുമ്പോൾ, ഫറോവയുടെ അടുക്കലേക്ക് പോകുമ്പോ തീർത്തും അതിന് അനുസൃതമായ ചില അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്
ഫിറഔനെ ആദ്യമായി നേരിടാൻ, ഫിറഔനെ അഭിമുഖീകരിക്കാൻ എന്തുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ആവശ്യപ്പെടുന്നത്? നമുക്കറിയാം, ഫിറഔൻ ഞാനാണ് അള്ളാഹു, ഞാനാണ് ദൈവം എന്ന് വാദിക്കുന്നു. സൃഷ്ടാവ്, ആരാധ്യൻ ഞാൻ തന്നെയാണ് എന്ന അർത്ഥത്തിലാണ് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും. അതിക്രമത്തിന്റെ ഏറ്റവും വലിയ ഉച്ചസ്ഥായിയിലാണ് അവനുള്ളത്. അക്രമം അവന്റെ സ്വഭാവമാണ്, സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ഇസ്രായേലിനെ അടിമകളാക്കി അവരെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഫറോവയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതാദ്യം തന്നെ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഫിറഔനെ നേരിടാൻ വേണ്ടി അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമെ ആദ്യമായി അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ഫറോവയെ നേരിടാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്താണ് എന്ന് നമുക്കറിയാം. സാധാരണ അദ്ദേഹം തന്റെ ആടുകൾക്ക് ഇല തച്ചു വീഴ്ത്തി കൊടുക്കുന്ന ആ വടി ആണ് പ്രധാനമായ ഒരു അത്ഭുതമായി അദ്ദേഹം കൊണ്ടുപോകുന്നത്. ആ വടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒന്നാമത്തെ ഘട്ടം അഥവാ മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലുള്ള വടി നിരത്തിടാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയും അതൊരു മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർപ്പമായി മാറുകയും ചെയ്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അതിനെ നേരിട്ട് അങ്ങനെ ഒരു ദൃഷ്ടാന്തം താൻ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ദൗത്യത്തിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. രണ്ടാമത് പിന്നെ ആ വടി ഉപയോഗപ്പെടുത്തുന്നത് ഫറോവയുടെ മുമ്പിലാണ്. ഇവിടെ നേരത്തെ ഒരു പരിശീലനം ലഭിച്ചത് കൊണ്ട് ഫറോവയുടെ മുമ്പിൽ ചെന്ന് ആ വടി നിരത്തിടുമ്പോ സ്വാഭാവികമായും അത് പാമ്പായി മാറുമ്പോ ഭയപ്പെടാതിരിക്കാൻ, ഭീതിപ്പെടാതിരിക്കാൻ ഉള്ള ഒരു ഉറപ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില ഉറപ്പുകളുമായിട്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഫറോവയുടെ അടുക്കിലേക്ക് പോകുന്നത്. മൂന്നാമത്തെ ആ ഒരു വടിയുടെ അത്ഭുതത്തിന്റെ മൂന്നാമത്തെ ഘട്ടം നമുക്കറിയാം. അത് ഈ പറഞ്ഞതിനേക്കാളൊക്കെ വലിയ അത്ഭുതമായിരുന്നു. ഈ നേരത്തെ മൂസാ നബി അലൈഹി ഇസ്ലാം സ്വന്തമായി കണ്ടതും അനുഭവിച്ചതും, അതേപോലെ ഫറോവയുടെ അടുക്കൽ നിന്ന് ഫറോവയടക്കമുള്ള ആളുകൾ ആ കൊട്ടാരത്തിൽ വെച്ച് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കാളൊക്കെ അത്യത്ഭുതകരമായ വിധത്തിലാണ് മാന്ത്രികരായ ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ വടി നിരത്തിട്ടപ്പോൾ അത് പാമ്പായി മാറുകയും മാന്ത്രികരുടെ മുഴുവനും അവർ എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടുവന്നാണ് അവിടെ പാമ്പായി മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചത്, ആ പ്രവർത്തനങ്ങളെ മുഴുവനും ഇല്ലാണ്ടാക്കും വിധത്തിൽ അവർ കൊണ്ടുവന്ന എല്ലാ സംഗതികളെയും പിടിച്ചു വിഴുങ്ങിയ ഒരവസ്ഥ അവിടെ ഉണ്ടായിത്തീരുകയും ചെയ്ത ആ ഒരു മൂന്നാമത്തെ ഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ ഇത്തരണത്തിൽ ഓർമ്മിക്കണം. അപ്പം മൂസാ നബി അലൈഹി സ്വലാമയുടെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരു മോചിതത്ത് നൽകിയിട്ട് അതിക്രമിയായ ഫറോവയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇന്നഹു തഗ എന്നാ പറഞ്ഞത്. തുഗയാനുൻ തഗ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അതിക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരിധി കടന്നുപോയി എന്നാണ്. അതിക്രമത്തിനുണ്ട് ചില പരിധികൾ, ആ പരിധികളും കടന്നിരിക്കുന്നു എന്നാണ്. അക്രമത്തിന്റെ പരിധി കടക്കുന്നതിനെയാണ് അതിക്രമം എന്ന് പറയുക. അക്രമം എന്ന് പറയുന്നത് തന്നെ എല്ലാവിധ ക്രമങ്ങളും എല്ലാവിധ നീതിയും എല്ലാവിധ സത്യവും അതിലംഘിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് അക്രമം എന്ന് പറയുക. എന്നാൽ അതിന്റെയും പരിധി വിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെയാണ് തുഗയാനുൻ അതിക്രമം എന്ന് പറയാ. ഫറോവയെ സംബന്ധിച്ചിടത്തോളം അവിടെയും വിട്ടുകിടന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കാരണം അവന്റെ വാദം എന്ന് പറയുന്നത് മനുഷ്യരല്ല, ആ മനുഷ്യരുടെ മുഴുവനും ദൈവമാണ് അവനെന്നാണ് അവൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫറോവയുടെ അതിക്രമത്തിന്റെ എല്ലാവിധ സീമകളും അതിലംഘിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് മൂസാ നബി അലൈഹിസ്സലാമയെ അള്ളാഹു ഫറോവയുടെ അടുക്കിലേക്ക് അയക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മുന്നോട്ടുള്ള ആയത്തുകൾ നമ്മൾ കാണുന്നത് മൂസാ നബി അലൈഹിസ്സലാമയോട് ഇങ്ങനെ ഒരു ആവശ്യം അള്ളാഹു ഉന്നയിക്കുമ്പോൾ
ഫറോവയുടെ അടുക്കലേക്ക് പോകണമെന്ന ഒരു നിർദ്ദേശം നൽകപ്പെടുമ്പോ സ്വാഭാവികമായും മൂസാ നബി പഴയകാല ആ സ്മരണകൾ അയവിറക്കുകയാണ്. അദ്ദേഹം ഓർത്തു പോവുകയാണ് ഫറോവയുടെ ആ ഒരു കൊട്ടാരത്തിൽ വളർന്നതും അങ്ങനെ ഫറോവയുടെ ആ കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ കാരണം അദ്ദേഹം നാട് വിട്ട് പോരേണ്ടി വന്ന ചില അനുഭവങ്ങളും അദ്ദേഹത്തിനെതിരായി ഒരു വധക്കുറ്റത്തിനുള്ള ശിക്ഷ നിലനിൽക്കുന്ന സംഗതികളും ഒക്കെയായി അദ്ദേഹം അങ്ങനെ ഓർത്തു പോവുകയാണ്. ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ടാണല്ലോ അദ്ദേഹം ഈജിപ്തിൽ നിന്ന് ഭയന്നോടിയത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ദൈവത്വം അവകാശപ്പെടുന്ന അതന്നെയാണ് ദൈവമെന്ന് പറഞ്ഞാൽ എന്തിനും അധികാരവും അവകാശമുള്ളവനാണ്. ഒരാളെ കൊല്ലാനും ഒരാളെ തള്ളാനും ഒരാളെ സ്വീകരിക്കാനും ഒക്കെ അർഹതയുള്ള അർത്ഥത്തിലാണ് ഫറോവ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഫറോവയെ നേരിടാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് അടുത്ത ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. ഈ ആവശ്യപ്പെട്ട സംഗതികൾ വളരെ പ്രസക്തമാണ്. ഏത് കാലഘട്ടത്തിലും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട സംഗതികൾ കൂടിയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് മാനസികമായി ശാരീരികമായുള്ള ശക്തി ആവശ്യമാണ്. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ ചില പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ അതിനെ തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാഹികമായ ചില സഹായങ്ങളും മൂസാ നബി അലൈഹി ഇസ്ലാമെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള മുഴുവൻ സഹായങ്ങളും അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിയിട്ടാണ് അള്ളാഹുവിന്റെ ഈ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ യാത്ര തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫറോവയുടെ അടുക്കലേക്ക് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സാധാരണ നമ്മളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ സംസാരത്തിലൊക്കെ ഖുതുബ പറയുന്ന ആളുകൾ, പ്രസംഗിക്കുന്ന ഈ ആളുകളൊക്കെ അവരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആയത്തുകളാണ് ഇനി നിങ്ങൾ ഇവിടെ കാണുന്നത്. അതെന്താ? മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബിശ്റഹ് ലീ സദ്രി, ഖാല റബ്ബിശ്റഹ് ലീ സദ്രി. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ഇശ്റഹ് ലീ സദ്രി, എനിക്ക് എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ. സദ്റുൻ എന്ന വാക്കിനാണ് നമ്മൾ ഹൃദയം എന്ന അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് സാധാരണ നെഞ്ച് എന്നാണ് അധിക സ്ഥലങ്ങളും പറയാറുള്ളത് എന്ന് നമുക്കറിയാം. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന് നെഞ്ച് വിശാലമാക്കണം എന്ന് പറയുമ്പോൾ ആ നെഞ്ചിനകത്തുള്ള ഹൃദയം അത് വിശാലമാക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികൾ പല നിലക്കും മൂസാ നബി അലൈഹിസ്സലാം ഏൽക്കേണ്ടതായിട്ട് വരും. അതെല്ലാം തന്നെ ഉൾക്കൊള്ളാൻ, ആവാഹിക്കാൻ, സ്വീകരിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു ഹൃദയത്തിന് നീ നൽകണമേ എന്നാണ് മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് നാം ഹൃദയ വിശാലത നൽകിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് നൽകിയില്ലേ? ഹൃദയ വിശാലമാക്കി തന്നില്ലേ? എല്ലാം ഉൾക്കൊള്ളാനും സഹിക്കാനും പൊറുക്കാനും മറക്കാനും ഉൾക്കൊള്ളാനും പറ്റാവുന്ന വിധത്തിലുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് നാം നൽകിയില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത് നമുക്കറിയാലോ. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ളഹ്റക്. താങ്കളുടെ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ എളുപ്പമാക്കി തന്നു, ഹൃദയത്തിന് വിശാലത നൽകി അല്ല ഒരവസ്ഥ പ്രവാചകരെ നിങ്ങൾക്കുണ്ടായില്ലേ എന്ന് അള്ളാഹു അന്ത്യപ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങോട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം ഏറ്റവും പ്രധാനമായി അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, അള്ളാഹുവെ എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ എന്നാണ്. വാക്കുകളുടെ അർത്ഥം കാല
അദ്ദേഹം പറഞ്ഞു അതൊരു ഭൂതകാല ക്രിയയാണ്, ഏകവചനമാണ്, പുല്ലിംഗമാണ്. അത് അവൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം. റബ്ബി എന്നത് അതിലൊരു റബ്ബി എന്നാണ് യഥാർത്ഥത്തിൽ ആ വാക്ക്, എന്റെ രക്ഷിതാവേ എന്നാണ്. അല്ലെങ്കിൽ യാ റബ്ബി എന്നതിന്റെ ചുരുക്കമായിക്കൊണ്ട് റബ്ബി എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ രക്ഷിതാവേ എന്നുള്ള വിളിയാണ് ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം നടത്തുന്നത്. ഇശ്റഹ്, ശറഹ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വിശാലമാകുക എന്നാണ്. ഇൻഷിറാഹു സദ്ർ എന്ന് പറഞ്ഞാൽ ഹൃദയ വിശാലത എന്നാണ് എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചു പോയ വാക്കാണ്. ലീ എനിക്ക്, എന്റെ അവസ്ഥ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഹൃദയത്തിന് വിശാലത നീ നൽകണമേ. സ്വദുരി എന്റെ ഹൃദയം, എന്റെ നെഞ്ച്. സ്വദുരൻ ഹൃദയം, നെഞ്ച് എന്ന അർത്ഥത്തിലൊക്കെ വരുന്ന വാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അങ്ങോട്ടുള്ള ആയത്തുകളിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ചില ആവശ്യങ്ങളാണ് അടുത്ത ആയത്തുകളിൽ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ മുതൽ 25-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ കാണുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് 8 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതായിട്ടാണ്. ആ 8 കാര്യങ്ങൾ ഒന്ന് വേഗതയിൽ പറഞ്ഞു പോകാം. ഒന്നാമത്തത്, ഇവിടെ നമ്മൾ കാണുന്നത് പോലെ അള്ളാഹുവെ എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ എന്ന്. അടുത്ത അദ്ദേഹം പറയുന്നത് വയസ്സുർലി അംബി എന്നാണ്, എനിക്ക് എന്റെ കാര്യം നീ എളുപ്പമാക്കി തരണമേ എന്നാണ്. ഹൃദയത്തിന് വിശാലത തന്നാൽ മാത്രം പോരാ, എന്റെ ബാഹ്യമായ കാര്യങ്ങളിലും നീ ഇടപെട്ടുകൊണ്ട് എന്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണമേ എന്നാണ്. മൂന്നാമത് അദ്ദേഹത്തിന്റെ ആവശ്യം, എന്റെ നാവിന് ചില കുടുക്കുകളുണ്ട്. വേഗതയിൽ അല്ലെങ്കിൽ കൃത്യമായി സരളമായി സംസാരിക്കാനുള്ള പ്രയാസമുണ്ട്. ആ പ്രയാസം നീ നീക്കിത്തരയണമേ എന്നാണ്. ഈ ആയത്തുകൾക്ക് ശേഷം അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതെന്താ? മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ഈ പ്രാർത്ഥനക്ക് നാം ഉത്തരം നൽകി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കണം മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ അവസ്ഥ? നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് അവിടങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം അള്ളാഹു പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് ഈ ആയത്തുകൾ കഴിയുമ്പോൾ വരുന്നുണ്ട്. അപ്പോ തീർച്ചയായും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളായി. 4-ാമത്തെ ചോദ്യം ഇതാണ്, വസീറൻ മിൻ അഹ്ലി, എനിക്കൊരു വസീറിനെ, വസീറിൻ എന്ന് പറഞ്ഞത് മന്ത്രി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ സഹായി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു സഹായം അള്ളാഹുവെ നീ ഏർപ്പെടുത്തി തരണമേ എന്നാണ് അദ്ദേഹം. അത് 5-ാമതൊരാവശ്യം എന്നുള്ള നിലക്ക് അള്ളാഹുവിനോട് പറയുന്നത്, ആ സഹായി മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ള ആളായിരിക്കണേ എന്ന് അദ്ദേഹം ആവശ്യപ്പെടുക. അദ്ദേഹം അറിയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സഹോദരനുണ്ട്, ആ സഹോദരനായിരിക്കണം എന്ന ആവശ്യമാണ് മൂസാ നബി അലൈഹി സ്വലാം 6-ാമതായി പറയുന്നത്. എന്റെ കുടുംബത്തിൽ നിന്ന് ആകണം എന്ന് മാത്രമല്ല, ഹാറൂൻ അഖി, എന്റെ സഹോദരനായ ഹാറൂനിനെ എന്റെ കൂടെ, എന്റെ ഒരു സഹായിയായി, എന്റെ ഒരു മന്ത്രിയായി എന്റെ കൂടെ അയക്കണമേ എന്ന് ആവശ്യപ്പെടുക. പിന്നീട് അള്ളാഹു ഹാറൂനിനെയും നബിയായി തന്നെയാണ് നിയമിക്കുന്നത്. കേവലം ഒരു സഹോദരനായി, സഹായിയായി മാത്രമല്ല, ഹാറൂനിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമയെ റസൂലും നബിയുമായി അയച്ചു. അതോടൊപ്പം തന്നെ ഹാറൂനിനെ നബിയായി ഈ റസൂലായ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ കൂടെ അയച്ചു കൊടുക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അടുത്ത 7-ാമത്തെ ആവശ്യം ഉശ്തുദ് ബിഹി അസ്രി എന്നാണ്. അദ്ദേഹം മുഖേന, എന്റെ സഹോദരൻ മുഖേന എനിക്ക് നീ ശക്തി നൽകണമേ, എല്ലാ നിലക്കും എന്റെ കാര്യങ്ങൾ നീ ദൃഢമാക്കി തരണമേ, എനിക്ക് ശക്തിയുള്ള തരണേ എന്ന് 7-ാമത്തെ ആവശ്യം അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്.
എട്ടാമത്തെ ആവശ്യം എന്റെ കാര്യത്തിൽ ഹാറൂനിനെ എന്റെ കൂടെ നീ പങ്കാളിയാക്കുകയും ചെയ്യണമേ. എല്ലാ വിഷയങ്ങളിലും എന്റെ പങ്കുകാരനായി ഹാറൂൻ എന്റെ കൂടെ തന്നെ ഉണ്ടാകണേ എന്നിങ്ങനെയുള്ള 8 ആവശ്യങ്ങളാണ് അടുത്ത ആയത്തുകളിലൂടെ മൂസാ നബി അലൈഹിസ്സലാം മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ ഖുർആൻ വിശദീകരിച്ചപ്പോ, ഈ ആയത്തുകളെ വിശദീകരിച്ചപ്പോ അവിടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ കേൾപ്പിച്ചു എന്ന് മാത്രം പറയുന്നത്. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് റബ്ബിശ്റഹ് ലി സദ്രി എന്നാണ്. എന്റെ ഹൃദയത്തിന് നീ വിശാലമാക്കി, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ എന്നാണ്. മറ്റൊരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്റെ ഹൃദയത്തിന് എന്തോ ഒരു ഞെരുക്കം അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നു. എന്റെ നാവിനാണെങ്കിൽ കൃത്യമായി ഒഴുക്കോടുകൂടി സംസാരിക്കുവാനുള്ള കഴിവുമില്ല. അതുകൊണ്ട് ഫാർസിൽ ഇലാ ഹാറൂൻ, ഹാറൂനിനെയും എന്റെ കൂടെ നീ അയക്കണമേ എന്ന് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ മൂസാ നബിക്ക് ആദ്യമായി ഉണ്ടാകേണ്ടത്, ആദ്യമായി ലഭിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുള്ള വിശാലതയാണ്. കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ആന്തരികമായ ഒരു സഹായത്തെ സംബന്ധിച്ചാണ് മൂസാ നബി അലൈഹി സ്വലാം ആവശ്യപ്പെടുന്നത്. അതിനുശേഷം തൊട്ടുടനെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് ബാഹ്യമായി ലഭിക്കേണ്ട ഒരു സഹായത്തെ സംബന്ധിച്ചാണ്. എന്റെ എല്ലാ കാര്യങ്ങളും പടച്ചവനെ നീ എന്റെ ജീവിതത്തിൽ എനിക്ക് നീ എളുപ്പമാക്കി തരണമേ എന്ന് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം നിർവഹിക്കേണ്ടിയിരുന്ന ഭാരമേറിയ ഒരു ചുമതല, അത് ശരിക്ക് നിറവേറ്റുവാൻ അദ്ദേഹത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതികളാണ്. ഒന്ന്, ഹൃദയത്തിന് വിശാലത വേണം. ഒരുപാട് കാര്യങ്ങൾ ചുറ്റുപാടും നടക്കുന്ന വിവിധ തരത്തിലുള്ള പ്രയാസകരമായ വിഷയങ്ങൾ, ആ വിഷയങ്ങളെ താങ്ങാനുള്ള മാനസികമായ കേൾപ്പ് അദ്ദേഹത്തിന് ആവശ്യമാണ്. രണ്ടാമത്തത് അദ്ദേഹം ചോദിച്ചത് എന്താണ്? തൈസീറുൽ അംറാണ്. കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടുന്ന അവസ്ഥയാണ്. പടച്ചവനെ എല്ലാ കാര്യങ്ങളും അത് ഏറ്റെടുക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള എളുപ്പമുള്ള വിഷയങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് നൽകണമേ. പുറത്തെടുക്കുന്ന ചുമടുകളും ഉള്ളിലേക്ക് വഹിക്കേണ്ടി വരുന്ന ഭാരങ്ങളും, അത് എല്ലാ അർത്ഥത്തിലും പടച്ചവനെ നീ എനിക്ക് വിശാലമാക്കി തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഏതവസരങ്ങളിലും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. പടച്ചവന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ. പുറത്തു നിന്ന് വരുന്ന ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ഒരു ഹൃദയം. അതേപോലെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള മാറാപ്പുകൾ, വിവിധ തരത്തിലുള്ള ഭാരങ്ങൾ, വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ ഒരു പക്ഷെ ഏൽക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ഏത് തരത്തിലുള്ള ഭാരങ്ങളാണ് ജീവിതത്തിലേക്ക് ഏൽക്കേണ്ടി വരുന്നത് എങ്കിൽ, ജീവിതത്തിന്റെ പ്രയാണം, ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരില്ലേ? അതൊക്കെ പടച്ചോനെ, എന്ത് വന്നാലും, എത്ര വലിയ സംഗതി വന്നാലും അത് പൂ പോലെ, പുഷ്പം പോലെ, പഞ്ഞി പോലെ അതിനെ ഏറ്റവും ലഘുവാക്കിക്കൊണ്ട് എന്റെ ജീവിതത്തിൽ അതിനെ ഏറ്റെടുക്കാനുള്ള, അതിനുള്ള സ്ഥൈര്യവും ധൈര്യവും അതിനുള്ള ഹൃദയവിശാലതയും നീ നൽകണമേ. ഈ 2 പ്രാർത്ഥന നമുക്കും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാവുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവ സ്വദുറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ 1-2 കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് പറഞ്ഞു പോകാം. സാധാരണ നമ്മൾ സ്വദുർ, ഖൽബ്, ഫുആദ്, ലുബ്, ഖുർആനിൽ ഹൃദയത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന, ഹൃദയം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് സ്വദുർ, ഖൽബ്, ഫുആദ്, ലുബ് എന്നീ 4 വാക്കുകൾ. ഈ 4 വാക്കുകളെ നമ്മളൊന്ന് പരിചയപ്പെടുക. സ്വദുറിൻ എന്ന് നമ്മൾ പറഞ്ഞു, നെഞ്ചിന്, മാറിടത്തിന്, ആ ഭാഗത്തിന് പറയുന്ന പേരാണ് നെഞ്ച് എന്നുള്ളത്. ഇത് നെഞ്ച് എന്ന ഭാഗം ഖൽബിനെ, ഹൃദയത്തെ ഉൾക്കൊള്ളുന്ന ഭൗതികമായ ഒരു പുറത്തുള്ള ഒരു കവചം, ഒരു സ്ഥലം എന്നതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം വികാരങ്ങൾ, രഹസ്യങ്ങൾ, ചിന്തകൾ എന്നിവയുടെ ഇരിപ്പിടമായിട്ട്
ഖുർആൻ സദറിനെ ഉപയോഗിക്കുന്നുണ്ട്. വികാരങ്ങളുടെയും രഹസ്യങ്ങളുടെയും ചിന്തകളുടെയും ഒക്കെ ഇരിപ്പിടമായിട്ട് സദറിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ സദർ ഹൃദയം വിശാലമാക്കുന്ന ഒരവസ്ഥ, വിശാലമാകുന്ന ഒരവസ്ഥ. അതേപോലെ സദർ ഹൃദയം സങ്കുചിതമായി പോകുന്ന അവസ്ഥ ഉണ്ട് എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ചില ആളുകളുടെ സദർ അത് വിശാലമായിരിക്കും, അത് കാണുമ്പോഴുള്ള വിശാലതയല്ല. പലതും ഉൾക്കൊള്ളാൻ മാത്രം, പലരെയും ഉൾക്കൊള്ളാൻ മാത്രം, പലതിനെയും അംഗീകരിക്കാൻ മാത്രം വിശാലമായിരിക്കുന്ന സംഗതികൾ. എന്നാൽ വേറെ ചില സദറുകൾ സദറാണ്, സങ്കുചിതമാണ്. ഒന്നും സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വിധത്തിൽ വളരെ ഞെരുങ്ങിയ ഹൃദയങ്ങൾ, അങ്ങോട്ടൊന്നും പ്രവേശിക്കില്ല, ഒന്നിനെയും ഉൾക്കൊള്ളാൻ, ഒരാളെയും അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ചില ഹൃദയങ്ങളും ഉണ്ടാകും എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ സദറിന്റെ അവസ്ഥകൾ പറഞ്ഞപ്പോ സന്തോഷം വരുമ്പോ നെഞ്ച് വികസിക്കുന്നു, ദുഃഖം വരുമ്പോ നെഞ്ച് ചുരുങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോ ഈ സദറിന് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള അവസ്ഥകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ വസ്വാസുകൾ, ദുഷിച്ച ചിന്തകളും ഉണ്ടാകുന്നതും മനുഷ്യന്റെ സദറിലാണ് എന്ന് സൂറത്തു നാസ് പോലെയുള്ള ആ വിവിധ സൂറകളിൽ വിശദീകരിക്കപ്പെട്ടത് നമുക്കറിയാവുന്നതാണല്ലോ. മറ്റൊരു വാക്കുള്ളത് ഖൽബുൻ എന്നാണ്. അത് ഹൃദയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്, അതിനെയാണ് ഖൽബുൻ എന്ന് പറയുന്നത്. അത് മാറി മറിയുന്നതാണ്. അതിന്റെ അവസ്ഥകൾ വ്യത്യസ്ത രൂപത്തിൽ അത് ഉണ്ടാകാറുണ്ട്. ചീത്തയായ അവസ്ഥ ഉണ്ടാകാറുണ്ട്. രോഗമുള്ള ഹൃദയമുണ്ട്, ശാന്തമായ ഹൃദയമുണ്ട്, കഠിനമായ ഹൃദയമുണ്ട്. നേരത്തെയുള്ള വികാരമില്ല, മറ്റൊരു തരത്തിലുള്ള വികാരവും ചിന്തയും ഒക്കെ ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒരു അവസ്ഥകൾ ഖൽബില് വന്നു പോകാറുണ്ട്. ഈ ഹൃദയം, ഖൽബ് എന്ന് പറയുന്നത് ശരീരത്തിലെ ഒരു അവയവമാണ്. ഈ സദറിനുള്ളിലുള്ള ഒരു അവയവം തന്നെയാണ്. അതിനേക്കാളുപരി വിശ്വാസം അഥവാ ഈമാൻ, വികാരം, ചിന്ത, ധാരണ അഥവാ മാരിഫത്ത്, അതേപോലെ നിയ്യത്ത്, ഉദ്ദേശം എന്നിവയുടെയൊക്കെ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഖൽബ് എന്ന് പറയുന്നത് എന്ന് ഖുർആൻ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ഖുർആൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പദമാണ്, ഹൃദയത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 132 തവണ ഉപയോഗിച്ചിരിക്കുന്നത് ഖൽബുൻ എന്ന വാക്കാണ്. ബുദ്ധിയുടെയും വിവേകത്തിന്റെയും ആത്മീയമായ ഉൾക്കാഴ്ചയുടെയും ഒക്കെ ഉറവിടമായിട്ട് ഖൽബിനെ കണക്കാക്കുന്നു. ഖൽബ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സദറിനുള്ളിലുള്ള ശരീരത്തെ ഒരു അവയവമാണ് എന്ന് നമുക്കറിയാം. ഇനി ഫുആദ് എന്താണ്? ഫുആദ് ഹൃദയം എന്ന് അർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. തീവ്രമായ ഹൃദയബോധം എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. ഖൽബിനോട് വളരെ അടുത്ത ഒരർത്ഥം തന്നെയാണ് ഫുആദിന് ഉള്ളതെങ്കിലും ഇതിൽ കുറച്ചുകൂടെ ആഴത്തിലുള്ള അർത്ഥം കൽപ്പിക്കപ്പെടുന്നു. ഇത് പലപ്പോഴും കാഴ്ച അഥവാ ബസർ, കേൾവി അഥവാ സമ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടുത്തി ഖുർആൻ എടുത്തുപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ കാഴ്ചയും കേൾവിയും അവന്റെ ഹൃദയവും എന്ന് പറഞ്ഞുകൊണ്ട് 3 അവയവങ്ങളായിട്ട് എടുത്തുപയോഗിച്ചിരിക്കുന്ന വാക്കാണ്, അതിൽപ്പെട്ടൊരു വാക്കാണ് ഫുആദ് എന്നുള്ളത്. സത്യം മനസ്സിലാക്കുന്നതിനും ശക്തമായ വികാരങ്ങൾ അഥവാ കത്തുന്ന സ്നേഹം എന്നൊക്കെ പറയുന്നതിന് ഫുആദുൻ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഫഅദ എന്ന വാക്ക്, ഫുആദുൻ എന്ന വാക്ക് ഫഅദ എന്ന വാക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഫഅദ എന്ന് നമുക്കറിയാവുന്ന ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. ആ വാക്ക് കത്തിച്ചു, ജ്വലിപ്പിച്ചു എന്നൊക്കെ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിശക്തമായ വികാരം, അതിശക്തമായി കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ തീവ്രമായ വികാരങ്ങളെയും അവബോധത്തിന്റെയും ഒക്കെ സ്ഥാനമാണ് ഫുആദ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്ന് പറയുകയാണ്, ഇവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു വാക്ക് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് ലുബ്ബുൻ എന്നാണ്. ലുബ്ബുൻ എന്ന വാക്കിന്റെ അർത്ഥം കാതൽ, സത്ത്, മജ്ജ എന്നൊക്കെയാണ്.
തേങ്ങയുടെ ലുബ് എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ഉള്ളിലുള്ള ആ കാമ്പിനാണ്, തേങ്ങയുടെ സത്തിനാണ് പറയ ലുബ് എന്ന് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഖുർആൻ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ എന്ന അർത്ഥത്തിൽ ഈ ഹൃദയത്തെ ഈ സംബന്ധിച്ച് സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. വൈകാരികമായ കലർപ്പില്ലാത്ത സത്യം ഗ്രഹിക്കാൻ കഴിവുള്ള മനസ്സിന്റെ ഭാഗത്തെയാണ് ലുബുൻ എന്ന് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ നാലും മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്, അതിൽപ്പെട്ട ഒരു പദമാണ് സ്വദർ എന്നത്. ആ സ്വദർ വിശാലമായെങ്കിൽ മാത്രമേ മറ്റുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കൽബും ഫുആദും ലുബും ഒക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമാക്കാൻ, അതുകൊണ്ട് ഉപകാരം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന അർത്ഥം, ആ ഒരു കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ നമ്മൾ ആ 4 പദങ്ങളെ ഒന്നുകൂടെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സദുറിൻ എന്നുള്ളത് മഖറുൽ ഇസ്ലാം എന്ന് പറയാം. ഇസ്ലാം അത് ഉൾക്കൊള്ളുന്നത് സദുറിലാണ്. ഖുർആൻ തന്നെ പറഞ്ഞു, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഒരാളുടെ ഹൃദയം വിശാലമാക്കി നൽകി എന്ന് പറഞ്ഞെടുത്ത് സദറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഖൽബ് എന്ന് പറയുന്നത് മഖറുൽ ഈമാൻ, ഈമാനിന്റെ സ്ഥാനമാണ് എന്ന് പറയാറുണ്ട്. കാരണം ഖുർആൻ പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാനിനെ അള്ളാഹു ഇഷ്ടകരമായ ഒരു കാര്യമാക്കി തന്നു. അതേപോലെ നിങ്ങളുടെ ഹൃദയത്തിന് ആ ഈമാൻ അലങ്കാരമാക്കി തരികയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈമാനിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അത് ഖൽബാണ് എന്ന് പറയാം. ഖുർആൻ എന്ന് പറയുന്നത് മഖറുൽ മഅരിഫ, മനുഷ്യന്റെ ഒരുപാട് അറിവുകളുടെയും വികാരങ്ങളുടെയും ഒക്കെ സ്ഥാനമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനിൽ. അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയി, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, മനുഷ്യ നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ഹൃദയവും എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന കാര്യം നിങ്ങൾ അറിയണം കേട്ടോ. ലുബ്, അത് സംബന്ധമായിട്ട് ഖുർആൻ പറഞ്ഞ ആയത്തുകൂടെ ഒന്ന് കേട്ടു നോക്കൂ. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ച് ഓരോന്നിൻ്റെതായ വിധത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോന്നിനെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള അത്തരത്തിലുള്ള ഒരു ഹൃദയമുള്ള ആളുകളാണ് എന്ന് ഖുർആൻ പറഞ്ഞു പോയിട്ടുണ്ട്. ആ 4 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുമ്പോ, എന്തിനാണ് അള്ളാഹുവിനോട് ഹൃദയ വിശാലത ചോദിക്കുന്നത്? എന്തിനാണ് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്? പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ വിശദീകരിച്ചു പോയി. ബിമഅരിഫത്തി അൻവാരി ജലാലിക വക്ബിരിയായിക, നിന്റെ പ്രതാപത്തിന്റെയും നിന്റെ ഔന്നിത്യത്തിന്റെയും പ്രകാശങ്ങൾ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് എന്റെ ഹൃദയം വിശാലമാക്കി തരണം എന്ന് ഞാൻ പറയുന്നത്. വെറുതെ അല്ല. എന്റെ ഹൃദയത്തിന് വിശാലത നൽകിയാൽ നിന്റെ ജലാലത്ത്, നിന്റെ കിബിരിയാവ്, നിന്റെ ഉന്നതി, നിന്റെ പ്രതാപം, ആ പ്രതാപത്തെ എനിക്ക് മനസ്സിലാക്കാനാണ് റബ്ബേ. പിന്നെന്തിനാ കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ദൂതന്മാരുണ്ട്. അവരൊക്കെ നടന്നുപോയ വഴികൾ ഏതാണെന്ന് മനസ്സിലാക്കി അവരുടെയൊക്കെ നല്ല സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സഹനത്തിന്റെയും ക്ഷമയുടെയും പാഠങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും അതിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പഠിച്ചവന്. മൂന്നാമതായി, നിന്റെ ദിവ്യ സന്ദേശങ്ങൾ, നിന്റെ വഹിയെ പിന്തുടരുന്നതിന്, നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന്, നിന്റെ വിലക്കുകൾ വർജിക്കുന്നതിന്, അതിനൊക്കെ വേണ്ടിയാണ് റബ്ബേ എന്റെ ഹൃദയത്തിന് വിശാലത നൽകണം ഞാൻ ആവശ്യപ്പെടുന്നത്. നിന്നിലുള്ള വിശ്വാസം അത് ദൃഢമാക്കുന്നതിന്, ആ നിലക്ക് ദൃഢമാക്കിക്കൊണ്ട് നിന്റെ പ്രകാശം എനിക്ക് നേടിയെടുക്കുന്നതിന്, നിന്റെ വിധിയിലും നിയമനിർമ്മാണത്തിലുള്ള നിന്റെ നീതിയുടെ നിഗൂഢതകൾ മനസ്സിലാക്കുന്നതിന്, പടച്ചോനെ നിന്റെ
വിധികൾ, നിന്റെ നിയമങ്ങൾ, അതിൻ്റെ ഒക്കെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ, അതൊക്കെ തിരിച്ചറിയാൻ പറ്റാവുന്ന വിധത്തിൽ എന്റെ ഹൃദയത്തെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റാവുന്ന വിധത്തിൽ നീ വിശാലമാക്കി തരണേ എന്ന് കഴിഞ്ഞില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നക്ഷത്രം, ചന്ദ്രൻ, സൂര്യൻ എന്നിവയിൽ നിന്ന്, അതിൽ നിന്നൊക്കെ മാറി നിന്റെ പ്രതാപത്തിന്റെ, നിന്റെ സത്യത്തിന്റെ ആ സന്നിധാനത്തിലേക്ക്, സാന്നിധ്യത്തിലേക്ക് മാറിയതുപോലെ നിന്നെ ഏകനായ രക്ഷിതാവായി അംഗീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രമങ്ങൾ നടത്തിയതുപോലെ നിന്റെ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശത്തിൽ നിന്ന് നിന്റെ പ്രതാപ മഹിമയുടെ പ്രകാശങ്ങളിലേക്ക് എനിക്ക് അത് തിരിച്ചറിയാൻ, ഇവിടെ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശമുണ്ട്, ആ പ്രകാശം ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ പടച്ചവന് നിന്റെ പ്രകാശം, നിന്റെ നൂറ്, അത് തിരിച്ചറിയാൻ, ഉൾക്കൊള്ളാൻ പറ്റാവുന്ന വിധത്തിൽ എന്റെ മനസ്സിന് നീ വിശാലത നൽകണമേ എന്ന് കഴിഞ്ഞില്ല. നിന്റെ രാവും പകലും നിരീക്ഷിക്കുന്നതിൽ നിന്ന്, അതിലെ നിരീക്ഷിക്കുന്നതിലൂടെ നിന്റെ അനുഗ്രഹമാകുന്ന പകലിനെയും നീതിയാകുന്ന രാത്രിയെയും കുറിച്ച് ചിന്തിക്കുന്നത്. ഞാൻ വെറുതെ രാവും പകലും ഇങ്ങനെ ജീവിച്ചു പോകുക മാത്രമല്ല, ഓരോ രാവും പകലും ഞാൻ ഇങ്ങനെ കടന്നു പോകുമ്പോ ആ രാവും പകലുമൊക്കെ പടച്ചവന് നിന്റെ വലിയ അനുഗ്രഹമാണല്ലോ എന്ന് ആ രാവിനെ സംബന്ധിച്ച്, പകലിനെ സംബന്ധിച്ച്, പ്രകൃതിയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ സംബന്ധിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു മനസ്സ്, ഒരു ഹൃദയം എനിക്ക് നൽകണമെന്ന്. നമ്മൾ ജീവിച്ചു പോകുമ്പോ രാത്രി വരുന്നുണ്ട്, പകലാകുന്നുണ്ട്, നമ്മളിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി ഓരോ പകലും, ഓരോ രാത്രിയും, ഓരോ പകലും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ അതിലൂടെ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ തോത് അതെത്രയാണെന്ന് തിരിച്ചറിയാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു മനസ്സാക്കി, ഒരു ഹൃദയമാക്കി അള്ളാഹുവെ എന്റെ നീ വിശാലമാക്കി തരണമേ എന്നതിന് വേണ്ടിയാണ് അള്ളാഹുവെ ഞാൻ നിന്നോട് ഇങ്ങനെ റബ്ബിശ്റഹ്ലി സദ്രി എന്ന് ചോദിക്കുന്നത്. കഴിയില്ല. നിന്റെ ഭൂമിയിലും നിന്റെ ആകാശങ്ങളിലുമുള്ള നിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളുടെ സമാഹാരങ്ങൾ, വ്യക്തമായ തെളിവുകളുടെ കേന്ദ്ര ബിന്ദുക്കളുടെയും അതിന്റെ ഒക്കെ കൃത്യമായി അതിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് സർവലോക രക്ഷിതാവായ അള്ളാഹുവെ നിന്റെ കൽപ്പനകൾക്ക് കീഴ്നിൽക്കുന്നതിൽ നിന്ന്, അതിന് മുൻ പ്രവാചകന്മാരുടെ മാതൃക, നിന്റെ കൽപ്പനക്ക് കീഴ്നിൽക്കൊണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ മാതൃക പിന്തുടരാൻ, ആ പ്രവാചകന്മാരെ പോലെയാകാൻ, അതിനൊക്കെ പറ്റാവുന്ന വിധത്തിൽ അള്ളാഹു എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണമേ. ഏറ്റവും ഒടുവിൽ എന്റെ ഹൃദയത്തിൽ വിശ്വാസമാകുന്ന വിളക്കിനെ നീ ഒരു വിളക്ക് മാടത്തിനുള്ളിലുള്ള ദീപം പോലെ പ്രകാശിക്കുന്ന ഒന്നായി അള്ളാഹുവെ നീ മാറ്റി തരണമേ എന്നൊക്കെ അർത്ഥത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാമിയുടെ റബ്ബി പ്രാർത്ഥിച്ചിരിക്കുന്നത്. ആ നിരക്ക് നമുക്കും നമ്മുടെ ഹൃദയത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അങ്ങനെ ആവശ്യപ്പെടേണ്ടതുണ്ട് എന്നിങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു പോയിട്ടുള്ളത്. അവസാനിപ്പിക്കാണ് 26-ാമത്തെ ആയത്ത്, ഒരു ചെറിയ ആയത്തും കൂടെ, പക്ഷെ ചെറുതല്ലത്. മൂസാ നബി അലൈഹി സ്വലാമയുടെ രണ്ടാമത്തെ ആവശ്യമാണ്. ഒന്ന് ആന്തരികമായ ശക്തിയാണെങ്കിൽ ഇവിടെ വയസ്സിർലി അംരി, എനിക്ക് എന്റെ കാര്യം എളുപ്പമാക്കി തരണമേ. യസ്സിർ, നീ എളുപ്പമാക്കി തരണമേ. അംരി ലി, എനിക്ക്, എംരി എന്റെ കാര്യങ്ങൾ എന്ന്. അതിനർത്ഥം നമ്മൾ പറഞ്ഞു പോയി. വിശാലത നൽകണം. ഹൃദയ വിശാലത കൊണ്ട് മാത്രം മതിയാകുകയില്ല, മറിച്ച് നിന്നിൽ നിന്ന് ഞാൻ കാര്യനിർവഹണവും. കാരണം മൂസ അലൈഹിസ്സലാം ഖാല ഇലാഹി ലാ അക്തഫി ബിശർഹി സദ്ർ, പടച്ചോനെ എന്റെ ഹൃദയ വിശാലത നൽകിയത് കൊണ്ട് മാത്രം ഞാൻ തൃപ്തിപ്പെടൂല. വലാകിൻ അത്ലുബു മിൻക തൻഫീദൽ അംർ വതഹ്സീലൽ അർള്, പക്ഷെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും നിർവഹിക്കാനുള്ള, എന്നിട്ട് ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള ആ ഒരു കഴിവ് കൂടെ നീ എനിക്ക് ഉണ്ടാക്കി തരണേ എന്നാണ്. തൈസീറുൽ അംർ എന്ന അറബി വാക്കിന്റെ അർത്ഥം കാര്യങ്ങൾ എളുപ്പമാവുക, പ്രയാസങ്ങൾ നീങ്ങുക,
ഉദ്ദേശിച്ച കാര്യങ്ങൾ സുഗമമായി നടക്കുക എന്നതാണ്. ഇത് ഇസ്ലാമിക വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. പറയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹു നൽകുന്ന എളുപ്പവും അള്ളാഹു നൽകുന്ന സൗകര്യവും ലഭിക്കണം. അങ്ങനെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിട്ടാണ്, അതിനുള്ള ഒരു നിർദ്ദേശമായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടതാണ്. അള്ളാഹുവിന്റെ സഹായം എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. അവന്റെ അനുഗ്രഹം, അവൻ ആ അനുഗ്രഹങ്ങളിലും പടച്ചവന്റെ സഹായത്തിലുമൊക്കെ അള്ളാഹു നൽകുന്ന എളുപ്പവും സൗകര്യവും അത് കൂടുതൽ കൂടുതൽ ലഭ്യമാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ നമ്മൾ പഠിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം കാര്യങ്ങൾ പ്രയാസമായി തീരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതുഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. ഒരു കാര്യം പ്രയാസമായി തീർന്നാൽ ഏത് കാര്യവും എളുപ്പമായി കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു എളുപ്പവുമില്ല. നീ ഉദ്ദേശിച്ചാൽ ഉറപ്പുള്ള ഭൂമിയെ മാർദ്ദവമുള്ള സമതലമാക്കുന്നവനാണല്ലോ. അൽ ഹസിൻ എന്ന വാക്കിനാണ് ഉറപ്പുള്ള ഭൂമി എന്ന് പറഞ്ഞത്. സഹിലുൻ എന്ന് ഇവിടെ മൂന്നാമതായി ഉപയോഗിച്ച വാക്കിനാണ് മാർദ്ദവമുള്ള സമതലം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ ഉള്ളൊരു വാക്കാണ് സഹിലുൻ എന്ന് പറയുന്നത്. എളുപ്പം, മാർദ്ദവമുള്ള സമതലം, നന്നായി സുഗമമായി കാൽ വെച്ചുകൊണ്ട് നടന്നു പോകാൻ പറ്റാവുന്ന, കാലിൽ മുള്ളോ കുപ്പിച്ചില്ലുകളോ തറയ്ക്കാത്ത, ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറവ് ഉള്ളത് കാരണത്താൽ കാലുകളിൽ എന്തെങ്കിലുമൊക്കെ തട്ടി മുറിവോ പ്രയാസമോ ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശത്തെയാണ് മാർദ്ദവമുള്ള സമതലം എന്ന് പറയുന്നത്. അങ്ങനെ ഉറപ്പുള്ള ഭൂമിയെ പടച്ചോനെ നീ ഉദ്ദേശിച്ചാൽ, ഒരു മഴവെള്ളം ഒലിച്ചിറങ്ങിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ ഒക്കെ ഉറപ്പുള്ള ഭൂമിയെ മാർദ്ദവമുള്ള സമതലമാക്കുന്നവനാണല്ലോ അള്ളാഹുവേ. അങ്ങനെയുള്ള അള്ളാഹുവേ, എന്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണമേ. നീ എളുപ്പമാക്കിയതല്ലാതെ മറ്റൊരാൾക്കും തന്നെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ കഴിയില്ല, മറ്റൊരു എളുപ്പവും ഇല്ല എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്കറിയാം, അറിയില്ലെങ്കിൽ ആ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് പഠിക്കുകയും ചെയ്യാം. അതേപോലെ ഈ എളുപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊരു അവസരം എന്ന് പറയുന്നത്, യാത്ര പോകുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് പറയാവുന്ന ഒരു ദുആ ഉണ്ട്. സബ്ബദക്കല്ലാഹു തഖ്വ വഅഫറ ദംബക വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുൻത. ഈ ഒരു യാത്ര പോകുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പല പ്രാർത്ഥനകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥന, സബ്ബദക്കല്ലാഹു തഖ്വ, അല്ലാഹു താങ്കൾക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരട്ടെ. വഅഫറ ദംബക, താങ്കളുടെ പാപം അല്ലാഹു പുറത്തു നൽകട്ടെ. വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുൻത, താങ്കൾ എവിടെയായിരുന്നാലും അള്ളാഹു താങ്കളുടെ ഏത് കാര്യവും എളുപ്പമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എവിടെ പോയാലും എവിടെയായിരുന്നാലും എന്തെന്ത് ഏർപ്പെട്ടിരുന്നാലും അടച്ചവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ എന്നിങ്ങനെ ഒരു യാത്ര പോകുന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. ഒരു കാര്യം കൂടെ ഇത് പറയുമ്പോ, കാര്യങ്ങൾ എളുപ്പമാകാനുള്ള ചില വഴികൾ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചില ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ, അതിന്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു വരുന്നത്. അവയ്ക്ക് എളുപ്പമായി കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണ്? പ്രയാസം ഉണ്ടാകണം, പ്രയാസത്തിലൂടെ തന്നെ പോകണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കാൻ പാടുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ അതിനു വേണ്ടിയിട്ട് കൊതിക്കാനും പാടില്ല. എന്റെ ജീവിതത്തിൽ എല്ലാം കടുപ്പമുള്ളതാക്കണേ, പ്രയാസമുള്ളതാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയോ കൊതിക്കുകയോ ചെയ്യാൻ പാടില്ല. പടച്ചവനോട് എപ്പോഴും എല്ലാ കാര്യങ്ങളും, ഈ ലോകത്തെയും പരലോകത്തെയും ഒക്കെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ എന്ന് തന്നെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തരും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് പരിശോധിച്ചു നോക്കാം. ഒന്ന്,
അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം തന്നെയാണ്. ഈമാനാണ്, അടിയുറച്ച വിശ്വാസാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അവൻ ഉദ്ദേശിച്ചാൽ ഏത് പ്രയാസവും എളുപ്പമാക്കി തരാൻ കഴിയും എന്ന് ഒരാള് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചാൽ എന്തായിരുന്നാലും അത് നടക്കാതിരിക്കില്ല. പടച്ചവന്റെ സഹായം അതിനുണ്ടാകും. രണ്ടാമത്തത് കൃത്യമായ പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷക്ക്, അതേപോലെ കാര്യങ്ങൾ എളുപ്പമാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമത്തത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വളരെ കാരണമായേക്കും എന്നതിൽ ഒരു സംശയമില്ലല്ലോ. അള്ളാഹുവിന്റെ ദീൻ, അതിന്റെ നിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നാലാമത്തതൊന്ന് സ്വബുറാണ്, ക്ഷമിക്കുക. അതിന്റെ കൂടെ സഴിഞ്ഞുണ്ടാകുക, പരിശ്രമം ഉണ്ടാവുക, പ്രയാസങ്ങൾ ക്ഷമിക്കുക, എന്നിട്ട് നിരന്തരമായി ലക്ഷ്യപ്രാപ്തിക്കായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ക്ഷമിക്കുകയും സഴി നടത്തുകയും അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും തവക്കുൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ എളുപ്പമാകും എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അഞ്ചാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ്. പല പാപങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. വെറുതെ പ്രയാസങ്ങൾ, കാര്യങ്ങൾ വളരെ നിസ്സാരമായി നടക്കേണ്ട വിഷയങ്ങൾ പോലും അതിങ്ങനെ നീണ്ടുപോയി പ്രയാസകരമായി ബുദ്ധിമുട്ടായി അങ്ങനെ പോകുന്ന അവസ്ഥ. പാപങ്ങളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ എളുപ്പങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. ആറാമത്തത് ഇസ്തിഗ്ഫാർ ചെയ്യുക. അള്ളാഹുവിനോട് നിരന്തരമായി പാപമോചനം തേടിക്കൊണ്ടിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെയുള്ള ഈ പ്രാർത്ഥനകൾ നിരന്തരമായി ജീവിതത്തിൽ നിർവഹിച്ചു കൊണ്ടിരുന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ എളുപ്പമാകാൻ സാധിക്കും എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ, ഞാൻ പറയാത്ത പോയ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ നോട്ട്സിലുണ്ട്. ഞാൻ കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ എഴുതിയതായതുകൊണ്ട് നോട്ട്സിലുള്ള കാര്യങ്ങളൊന്നും പറയാതെയാണ് പോയത്. അത് നിങ്ങൾക്ക് നോട്ട്സ് വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതുപോലെയുള്ള ഇങ്ങനെ ഒരു പ്രാർത്ഥനയല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ ഉണ്ടാകണേ, എന്റെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടാകണേ എന്ന് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതുപോലെ ആദ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾക്കറിയാം. റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ എന്ന ഒറ്റ വർധനവിന് വേണ്ടിയാണ് ആദ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. മറ്റു സന്ദർഭങ്ങളിലൊക്കെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ നാം എളുപ്പമാക്കി, നിങ്ങൾക്ക് നാം ഹൃദയ വിശാലത നൽകി, നിങ്ങൾക്ക് മൂസാ നബി അലൈഹി സ്വലം പ്രാർത്ഥിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ തന്നെ നാം നൽകി എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങളാണ് അവിടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അത് സംബന്ധമായിട്ടുള്ള നോട്ട്സും ഇവിടെയുണ്ട്. കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, അപാകതകൾ അള്ളാഹു നമുക്ക് പുറത്തു തന്നവന്റെ ജീവിതത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഒന്നിച്ചു മുട്ടുമാറാകട്ടെ. അള്ളാഹുവെ നീ ഞങ്ങളുടെ ഇരുത്തവും ചിന്തയും പഠനവും എല്ലാം തന്നെ സ്വാലിഹായ കർമ്മമായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണം. ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള സ്വാലിഹായ ആഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നിർവഹിച്ച് നൽകുമാറാകണേ. ഞങ്ങളുടെ മക്കളിലും കുടുംബങ്ങളിലും ഒക്കെ നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹു നിന്റെ പരലോകത്ത് നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി ഞങ്ങളെ നീ ആദരിക്കുമാറാകണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ മഹ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും അനുഗ്രഹിക്കുമാറാകണേ. ഏറ്റവും നല്ല രൂപത്തിലുള്ള കാലാവസ്ഥയും നല്ല രൂപത്തിലുള്ള മഴയും നല്ല രൂപത്തിലുള്ള ചൂടും നല്ല രൂപത്തിലുള്ള വസ്തുക്കളും നൽകി ഞങ്ങളുടെ നാടിന് നീ എന്നും റഹ്മത്തും നൽകി നീ എല്ലാ നിരക്കുള്ള സംരക്ഷണവും നൽകി അള്ളാഹുവെ നീ ആ നിലത്തിന്റെ കൊണ്ട് എല്ലാവിധ സംരക്ഷണവും നൽകി. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وعافنا المذنبين. اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين.